नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में जज का फैसला नामक कहानी का और कुछ भाग भी पढ़ा। यहाँ जज साहब ने एक दुर्घटना के बारे में बताते हैं। उस दुर्घटना में 100 से अधिक यात्रियों की मृत्यु हो गई और उससे भी अधिक यात्रियों घायल हुए। उनमें ये दोनों पति और पत्नी भी है। ये पति और पत्नी उसके विवाह होकर 5 वर्ष चुके थे, लेकिन देखने में वह नवविवाहित दुल्हन की तरह होती थी। समय उस गाड़ी में यात्रा करने वाले सब यात्रियों को गलत फहमी हो गई। वे अभी विवाह करके लौट रहे हैं। उसका सभी उस ट्रेन में, उस गाड़ी में सब यात्रियों ऊँघने लगा, लेकिन उस दंपति अब भी प्रेमालाप में डूब गया था। दोनों बातें कर रहे थे और दोनों को नींद नहीं आया था और सपने के बारे में कहते हैं। उस समय पत्नी कहते हैं, सपने एक भावना है, लेकिन मैं सत्य हूँ। मैं तुम्हारे सामने बैठी हूँ, तुम मुझे छू सकते हो। इस तरह बातें चल रही थी। ये प्रेमियों की निरर्थक बातें थी। जीवन को शक्ति और सुगंध से भरने वाली बातें थी। ജീവിതത്തിന് ശക്തി പകരുന്ന അല്ലെങ്കിൽ അതിനെ സുഗന്ധം പകരുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അവരങ്ങനെ, അതായത് അർത്ഥമില്ലാത്ത കുറേ സംസാരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. उस समय अचानक एक झटका लगा और गाड़ी और यात्रियों बुरी तरह हिल गए। गाड़ी लड़खड़ाई और ये गाड़ी का शब्द कहीं टकराकर भयंकर वेग से चीखा। उस क्षण समय और गति में कुछ संघर्ष भी फैल गया। इस भयंकर गड़गड़ाहट के साथ सब कुछ उदल पुदल होने लगा। सब यात्री नींद से जागा और चीखने लगे। उस समय उस वातावरण में भयानक आर्तनाद और मर्मभेदी कराह भर उड़ा था। उस दंपति ने एक दूसरे को पुकारा और बाद में उसका उन दोनों का शब्द प्रलयंकारी गड़गड़ाहट में खो गए, नष्ट हो गए। उस समय इस कहानी कहते समय, इस घटना के बारे में, दुर्घटना के बारे में जज कहते समय इंजीनियर उससे पूछा, ये गाड़ी पटरी से उतर गई और उन दोनों प्रेमी प्रेमिका मारे गए। उस समय जज साहब ने कहा था, मैंने पहले कहा था, या नेरते പറഞ്ഞിട്ടുണ്ടായിരുന്നു, उस दुर्घटना में 100 से भी ऊपर व्यक्तियों की जानें गई थी, लेकिन वे दोनों बच गए थे। उन വ്യക്തിयों में वे दोनों नहीं थे. അപ്പം മരിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ
इंजीनियर चकित होकर पूछता है क्या वे बच गए. അവർ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. ഇനി നമ്മുടെ ജഡ്ജി അതിനുള്ള മറുപടി പറയുന്നതാണ് അടുത്ത് നമുക്ക് വരുന്നത്. എന്താന്ന് നോക്കാം. ജി ഹാം ബച്ച് ഗയേ. ജഡ്ജി പറയണ അവർ രക്ഷപ്പെട്ടു. पति महोदय के शरीर पर अनेक घाव आए पर सभी आश्चर्यजनक रूप से साधारण. दूसरी और उनकी रूबसी पत्नी के घाव एक से एक बढ़कर असाधारण. ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ടു. രണ്ടുപേരുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. പതി മഹോദയക്ക് ശരീർ പർ, ഭർത്താവിൻ്റെ ശരീരത്തിലെ അനേക ഗാവ്, ഗാവ് എന്ന് പറഞ്ഞാൽ വൂണ്ട്, ചോട്ട്, ഗാവ് എന്നൊക്കെ പറഞ്ഞാൽ ഗായിൽ എന്ന് പറഞ്ഞാൽ മുറിവ്. അനേക ഗാവായ ഒരുപാട് മുറിവുകളുണ്ട്. പർ സബി ആശ്ചര്യജനക രൂപ് സെ സാധാരണ. പക്ഷെ മുറിവുകളൊക്കെ സാധാരണ രീതിയിലുള്ള മുറിവുകളായിരുന്നു. അപകടം ഉള്ള രീതിയിലല്ല, സാധാരണ നോർമലായിട്ടുള്ള രീതിയിലുള്ള വൂണ്ട്സ് മാത്രമാണ്, മുറിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ദൂസരി ഓർ ഉൻകി രൂപസി പത്നിക്ക് ഘാവ്. രൂപസി എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള. ഇപ്പോൾ ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ ശരീരത്തിന് മുറിവുകളുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ലാത്തതാണ്. എന്നാൽ മറുവശത്ത് അയാളുടെ സുന്ദരിയായ ഭാര്യയുടെ മുറിവുകൾ എന്ന് പറയുന്നത് ഏക് സേക്ക് ബഡ്കർ അസാധാരണ, ഒന്നിനേക്കാളും കൂടുതൽ എന്താ പറയുക, അസാധാരണമായ രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള മുറിവുകളാണ് ഭാര്യയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ക്യാ വർണ്ണൻ കരും ഉൻകി ദാഹിനി പയർ കി ഹഡ്ഡി ടൂട്ട് ഗയി. അപ്പോൾ ഭാര്യയുടെ മുറിവിനെ കുറിച്ച് എങ്ങനെയാണ് വർണ്ണിക്കുക? അതായത് അസാധാരണമായിട്ടുള്ള മുറിവാണ്, സാധാരണ നോർമലായിട്ടുള്ളൊരു മുറിവല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള മുറിവുകളാണ് ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനെങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഉൻകെ ദാഹിനെ പയർ കി ഹഡ്ഡി ടൂട്ട് ഗയി. അപ്പോൾ ഭാര്യയുടെ വലത്തെ കാലിൻ്റെ എല്ല് പൊട്ടി. ഹഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ല്. മുഗ് പർ ദാഹിനി ഓർ സിർ സെ ലേക്കർ ടോടി തക് മാനോ ഏക് ബഡി ദരാർ സി പട് ഗയി ഹോ. എന്താ പറയുന്നത്? കാലിൻ്റെ എല്ല് പൊട്ടി. അതുകൂടാതെ മുഗ് പർ മുഖത്ത്, ദാഹിനിയോർ വലത് സൈഡിലെ, സിർ സെ ലേക്കർ ടോടി തക്ക് തല മുതലേ ആടി വരെ, നമ്മുടെ താടി, ടോടി എന്ന് പറഞ്ഞാൽ ചിൻ താടി എന്നുള്ള അർത്ഥം. അപ്പോൾ തല മുതൽ താടി വരെയുള്ള ഭാഗത്ത് ഏക് ബഡി ദരാർ സി പട് ഗയി ഹേ, ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടായെന്ന് പറയുന്നത്, വലിയൊരു വിള്ളൽ, വലിയൊരു മുറിവാണ് അവിടെ പറ്റിയിരിക്കുന്നതെന്ന് പറയുന്നത്. തല മുതൽ താടി വരെയുള്ള ഭാഗം റൈറ്റ് സൈഡിൽ വലിയൊരു മുറിവ് അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് പോലെ അവിടെ വന്നു എന്ന് പറയുന്നത്. അത്രയ്ക്ക് വലിയ മുറിവാണ് പറ്റിയിരിക്കുന്നത്. इस दुर्घटना के 2 दिन बाद जब पति महोदय को उठने बैठने की आज्ञा मिली तो सबसे पहले उसने कहा पत्नी को देखना चाहूँगा. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം, 2 दिन के बाद 2 ദിവസം കഴിഞ്ഞപ്പോൾ പതി മഹോദയക്ക് ഉട്നെ ബൈഠ്നേക്ക് ആജ്ഞ മില എന്ന് പറയുന്നത്, ഭർത്താവിനെ എഴുന്നേൽക്കാനിരിക്കാനൊക്കെ സാധിക്കാൻ തുടങ്ങി, ചെയ്തോളാനായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. ആ സമയത്ത് സബ്സെ പഹലെ ഉസ്നെ കഹ, ഏറ്റവും ആദ്യം അയാൾ പറയാണ് പത്നിക്കോ ദേഖ്ന ചാഹൂങ്ക, എന്താണ്, ഭാര്യയെ കാണണമെന്ന് പറയണം. അപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഭർത്താവിന് അവിടെ എഴുന്നേറ്റിരിക്കാനും നിൽക്കാനൊക്കെ സാധിച്ചത്. ആ സാധിച്ച സമയത്ത് തന്നെ ഏറ്റവും ആദ്യം ചോദിച്ചത് ഭാര്യയെക്കുറിച്ചാണ്, ഭാര്യയെ കാണണമെന്ന് പറയണം. ഉസേ മാലു ഹോ ചുകാ താ കി वह जीवित है और जिले के बड़े अस्पताल में ले जाई गई है. उसे मालूम हो चुका था, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, വഹ് ജീവിത് ഹേ, അവൾ ജീവിച്ചിരിക്കുന്നുണ്ട്. और जिले के बड़े अस्पताल में ले जाई गई है, ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ അവൾ ജീവിച്ചിരിക്കുന്നുണ്ട്, വലിയൊരു ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത്. ലേക്കിൻ ഡോക്ടർ ने उसे बताया मित्र तुम्हें जल्दी नहीं करनी चाहिए, उनकी हालत अभी ठीक नहीं है. ഇപ്പോൾ ഡോക്ടർമാർ ഉസേ ബത്തായ, അയാളുടെ അടുത്ത് പറയാണ്
മിത്ര തുമേ ജൽദി നഹീ കർണി ചാഹിയേ. പക്ഷെ അത് പെട്ടെന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഉൻകി ഹാലത്ത് അബി ടിക് നഹീ ഹേ. അവളുടെ അവസ്ഥ ഇപ്പോഴും ശരിയായിട്ടില്ല, കണ്ടീഷൻ ഇപ്പോഴും മോശമാണ് എന്നാണ് പറയുന്നത്. ഉൻകി ഹാലത്ത് അബി ടിക് നഹീ ഹേ, ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ വളരെ വലിയ ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവളെന്നെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അവസ്ഥ ഇപ്പോഴും മോശമാണ്, ഒന്നും ശരിയായിട്ടില്ല എന്ന് പറയുന്നത്. പതി മഹോദയനെ പൂച്ച വഹ് ഹോസ് മേ തോ ഹേ. അപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ് വഹ് ഹോസ് മേ തോ ഹേ, അവൾക്ക് ബോധമുണ്ടോ ചോദിക്കുകയാണ്. ജി ഹാം അബ് ഉനെ ഹോസ് ആ ഗയാ ഹേ. അന്തിം വാക്യ ഉസ്നെ ബഹുത്ത് ധീരെ സെ കഹാ. അപ്പോൾ ഡോക്ടർ പറയാണ് ഉവ് അബ് ഉനെ ഹോസ് ആ ഗയാ ഹേ, ഇപ്പോൾ അവൾക്ക് ബോധം വന്നിട്ടുണ്ടെന്ന് പറയണേ. അന്തിം വാക്യ ഹോസ് ആ ഗയാ ഹേ എന്നുള്ള ആ സെൻറ്റൻസ് ഉസ്നെ ബഹുത്ത് ധീരെ സെ കഹാ, അദ്ദേഹം വളരെ പതുക്കെ പറഞ്ഞത്. വാസ്തവത്തിലുള്ള കണ്ടീഷൻ വളരെ മോശമാണ്, പക്ഷേ അത് അയാളോട് പറയുന്നില്ല, ബോധം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പതുക്കെ പറയണം. तो मुझे वहाँ ले चलिए, मैं उसे देखना चाहता हूँ, वह मेरी पत्नी है. അപ്പോൾ അയാൾ പറയണേ ബോധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയണേ तो मुझे वहाँ ले चलिए, എന്നെ അവിടേക്ക് കൊണ്ടുപോകണം എന്ന് പറയണം. मैं उसे देखना चाहता हूँ, ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുകയാണ്. वह मेरी पत्नी है, അവൾ എൻ്റെ ഭാര്യയാണ്. जानता हूँ मित्र, डॉक्टर ने यथाशक्ति अपने को सम्यक रखा और कहा यह भी जानता हूँ कि वे अच्छी हो जाएंगी पर. ഇപ്പോൾ ഡോക്ടർ വീണ്ടും പറയണേ जानता हूँ मित्र, मैं जानता हूँ, എനിക്കറിയാമെന്ന് പറയണേ. ഡോക്ടറിനെ യഥാശക്തി അപ്നേക്കോ സംയക്തരക്ക. സംയക്തര എന്നാൽ കൺട്രോൾ ചെയ്തിട്ട്, സ്വയം കൺട്രോൾ ചെയ്തിട്ട്. ഡോക്ടർ അതുപോലെ തന്നെ സ്വയം കൺട്രോൾ ചെയ്തിട്ട് പറയാണ് യഹ് ബി ജാൻതാ ഹൂം കി വി അച്ചി ഹോ ജായേഗി. ഇതും ഞങ്ങൾക്കറിയാം, അവൾക്ക് സുഖമാകും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. വി അച്ചി ഹോ ജായേഗി, അവളുടെ അസുഖമൊക്കെ ഭേദമാവും, അവൾക്ക് സുഖമാകും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ വീണ്ടും അവിടെ പറയുന്നുണ്ട് पर क्या. उसने चीख कर पूछा क्या उसको अधिक चोट लगी है. ആ എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് വീണ്ടും അയാൾ ഉറക്കെ ചോദിക്കുകയാണ്. ഉസ്നെ ചീക്കർ പൂച്ച पर क्या, പിന്നെന്താ ചോദിക്കുകയാണ്. क्या उसको अधिक चोट लगी है, അവൾക്ക് കൂടുതലായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ടോ ചോദിക്കുകയാണ്. യഹി സമझ लीजिए पर वे ठीक हो जाएंगी, अवश्य ठीक हो जाएंगी. അപ്പോൾ ഡോക്ടർ വീണ്ടും പറയണേ യഹി സമझ लीजिए, ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. पर वे ठीक हो जाएंगी, എന്തായാലും അവൾ സുഖപ്പെടും എന്നുള്ളത് മാത്രം കണക്കാക്കിയാൽ മതി. अवश्य ठीक हो जाएंगी, अवश्य തീർച്ചയായിട്ടും ഷുവറായിട്ടും ठीक हो जाएंगी, സുഖമാകുമെന്ന് പറയുന്നത്. ये सुनते ही उसके सब्र का बांध टूट गया और वह सिसकियाँ भरने लगा. ये सुनते ही, അതായത് പറയണ മുറിവ് അധികം പറ്റിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ പറയണ ഡോക്ടർ അതിൽ മറുപടി കൊടുത്ത് ഇങ്ങനെയാണ്, ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അവൾക്ക് സുഖപ്പെടും, തീർച്ചയായിട്ടും സുഖമാകുമെന്ന് പറയാണ്. ये सुनते ही, ഇത് കേട്ടപ്പോൾ തന്നെ उसके सब्र का बांध टूट गया, അയാളുടെ ആ ക്ഷമയുടെ നെല്ലിപ്പലക വിടുക എന്ന് പറയില്ലേ, സബ്ർ കാ ബാന്ത്, ആ ക്ഷമയുടെ കെട്ടൊക്കെ ടൂട്ട് ഗയ, പൊട്ടിപ്പോയി. ക്ഷമിക്കാനുള്ള ശക്തി അല്ലെ സഹനശക്തി അവിടെ ഇല്ലാതെ. ആർ വഹ് സിസക്കിയാൻ പറഞ്ഞില്ലേക, അയാൾ തേങ്ങിക്കരയാനായിട്ട് തുടങ്ങി. डॉक्टर ने उसे हर तरह से सांत्वना दी पर उसे शांति नहीं मिली. ഡോക്ടർമാരെ എല്ലാ തരത്തിലും അയാളെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങി. पर उसे शांति नहीं मिली, പക്ഷേ അയാൾക്ക് സമാധാനമായില്ല. അപ്പോൾ കാണാത്ത കാരണം ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ അയാളുടെ ക്ഷമ അത് ഇല്ലാതെയായി, അയാൾ തേങ്ങിക്കരയാൻ തുടങ്ങി. ആ സമയത്ത് ഡോക്ടർമാർ അയാളെ ആശ്വസിപ്പിക്കുകയാണ്. അതിൽ നിന്ന് അയാൾക്ക് ആശ്വാസമൊന്നും സമാധാനമൊന്നും കിട്ടിയില്ല. ഡോക്ടറിനെ അന്ത് മേ കഹ
अभी कई दिन तक उसके चेहरे की पट्टी नहीं खुल सकती आप देख कर क्या करोगे അപ്പോൾ അവസാനം നമ്മുടെ ഡോക്ടർ പറയാണ് എന്താണ് അഭി കൈ ദിൻ തക് ഇപ്പോൾ കുറേ ദിവസങ്ങളോളം ഉസ്കെ ചേഹരയ്ക്ക് പട്ടി അപ്പം മുഖത്ത് കെട്ടിയിട്ടുണ്ട് പട്ടി എന്ന് പറഞ്ഞാൽ ബാന്ധന അതായത് കെട്ടിയിട്ടുണ്ട് മുഖത്തുള്ള കെട്ടുകൾ നഹി ഗുൽ സക്തി ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് അതൊന്നും ഓപ്പൺ ആക്കാനായിട്ട് തുറക്കാനായിട്ട് പറ്റില്ല അപ്പം മുഖത്ത് കെട്ടി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ മുഖത്താണ് കൂടുതൽ അപകടം പറ്റിയിരിക്കുന്നത് പരിക്ക് പറ്റിയിരിക്കുന്നത് തല മുതൽ താടി വരെയുള്ള ഭാഗത്ത് മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ആ മുഖം അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ആ ദേക്കർ ക്യാ കരെങ്കി കണ്ടിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് ചോദിക്കുന്നത് वह आंसुओं में बड़बड़ाया डॉक्टर मैं उसका चेहरा नहीं उसे देखना चाहता हूँ उसे वह आंसुओं में बड़बड़ाया ആൻസു എന്ന് പറഞ്ഞാൽ കണ്ണീര് അപ്പം അയാൾ കരഞ്ഞുകൊണ്ട് അവിടെ പിറുപിറുക്കുന്നുണ്ട് അതായത് പതുക്കെ പറയുന്നുണ്ട് പുലമ്പ് ബഡ്ബഡാന എന്ന് പറഞ്ഞാൽ പുലമ്പ് എന്നുള്ള അർത്ഥം ഡോക്ടർ മേ ഉസ്കാ ചേഹ്റ നഹീം ഡോക്ടറെ ഞാൻ അവളുടെ മുഖമല്ല ഉസേ ദേഖ്ന ചാഹത്താ ഹൂँ അവളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉസേ ദേഖ്ന ചാഹത്താ ഹൂँ अपनी പത്നി को देखना चाहता हूँ അപ്പം ഭാര്യയെ കാണാനാണ് ആഗ്രഹം അവളുടെ മുഖമല്ല ഉസേ ദേഖ്ന ചാഹത്താ ഹൂँ അവളെ തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കണം അവർ और वह फिर सिसकियाँ भरने लगा और बार बार अपनी पत्नी का नाम लेने लगा അയാൾ വീണ്ടും എന്താ പറയുക ആകെ സിസിക്കാൻ പറഞ്ഞില്ലേക കരയാനായിട്ട് തുടങ്ങി അവർ ബാർ ബാർ അപ്പനി പത്നി കാ നാം ലേനെ ലഗ ഭാര്യയുടെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ പേര് വിളിച്ച് കരയാനായിട്ട് തുടങ്ങി ബാർ ബാർ അപ്പനി പത്നി കാ നാം ലേനെ ലഗ ഭാര്യയുടെ പേര് വിളിച്ചിട്ട് അയാൾ കരയാൻ തുടങ്ങി ഡോക്ടർ ആക്കിർ മനുഷ്യത ഈ ഡോക്ടർ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഉസ്നെ കോശിഷ് കർക്കെ उसका तबादला उसी अस्पताल में करवा दिया जहाँ उसकी पत्नी थी ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ വലിയൊരു ഹോസ്പിറ്റലിലാണ് ഭാര്യ കിടക്കുന്നത് ഭാര്യയെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഡോക്ടറും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സലിഞ്ഞു അങ്ങനെ അയാൾ ഡോക്ടറിനെ കോശിഷ് കർക്കെ അങ്ങനെ ഡോക്ടറുടെ പരിശ്രമത്താൽ എന്തുണ്ടായത് ഉസ്ക തബാദല എന്ന ട്രാൻസ്ഫർ उसका तबादला उसी अस्पताल में करवा दिया जहाँ उसकी पत्नी थी ഏത് ഹോസ്പിറ്റലിലായിരുന്നു അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറുടെ പരിശ്രമം കൊണ്ട് ഇയാൾക്ക് ട്രാൻസ്ഫർ കിട്ടി ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഭാര്യ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണ് ഷർത്ത് യഹ് ദി കി വ പത്നി കോ ദേഖ് സക്കേഗ പരന്തു ബോലേഗ നഹി ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വ്യവസ്ഥ പക്ഷെ കണ്ടീഷൻ ഇത് മാത്രമായിരുന്നു എന്താണ് വ പത്നിക്കോ ദേഖ് സക്കേക ഭാര്യയെ കാണാൻ മാത്രമേ ചെയ്യുള്ളൂ പരന്തു പോലെ കനഹിയും സംസാരിക്കില്ല എന്നുള്ളതായിരുന്നു കണ്ടീഷൻ ആ ഒരു കണ്ടീഷനോട് കൂടിയാണ് ഇപ്പോൾ ഇയാൾ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഭാര്യ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഇയാളെന്നെ മാറ്റുന്നത് ക്യോंकि उसकी पत्नी को बताया गया था कि उसका पति अभी उठने लायक नहीं है അങ്ങനെ പറയാൻ കാരണം അതാണ് ഇയാൾ പറയുന്നത് എങ്ങനെയാണ് ഒരു കണ്ടീഷൻ വെച്ചതാണ് ഭാര്യയെ കാണാൻ സംസാരിക്കാൻ പാടില്ല ഉസ്കി പത്നിക്കോ ബത്തായ ഗയാ താ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്കാ പതി അബി ഉടനെ ലായക് നഹി ഹെ അവളുടെ ഭർത്താവിനിപ്പോൾ എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കില്ല ഉടനെ ലായക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സംസാരിക്കാൻ പാടില്ല അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് പറയുന്നത് ഡോക്ടറിനെ കോശിഷ് കർക്കെ उसके पति का तबादला उसकी पत्नी की अस्पताल में करवा दिया ഭാര്യ കിടന്നിരുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത് കണ്ടീഷൻ എന്താണെന്നുള്ളത് പറയുന്നുണ്ട് वो अपनी पत्नी को देख सकेगा लेकिन बोलेगा नहीं क्योंकि उसकी पत्नी को बताया കാരണം എന്താണെന്ന് പറയുന്നത് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്കാ പതി അബി ഉട്നെ ലായക് നഹി ഹെ ഭർത്താവിന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത് आप कल्पना कर सकते हैं कि जब उसने अपनी घायल पत्नी को देखा होगा तो उसकी क्या दशा हुई होगी
आप कल्पना कर सकते हैं. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ജബ് ഉസ്നെ അപ്നി പതി ഘായൽ പത്നി കോ ദേഖാ ഹോഗ. അപ്പോൾ അവളുടെ എന്താ പറയുക, അദ്ദേഹം മുറിവേറ്റ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും. തോസ്കി ക്യാ ദശ ഹുയി ഹോഗി, എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഉസ്കാ ഹൃദയം ഭയങ്കർ തൂഫാൻ കി ഗതി മേ ദൗഡ് രഹാ താ. അയാളുടെ ഹൃദയം ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഭാര്യയെ കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട്, അതായത് ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിലാണ് ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നത്. വഹ് രഹ് രഹ് കർ വാദപീഡിത രോഗിക്ക് തരെ കാമ്പുടുത്താം. അയാളോട് അവിടെ നിന്ന് വാദരോഗത്താൽ വേദനിക്കുന്ന രോഗികളെപ്പോലെ കാമ്പുടുത്ത, അയാളവിടെ നിന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്നെ ദേഖ ഉസ്കി ആങ്കോം കെ ആകെ ദുവാം സൗഡ. അയാൾ നോക്കുമ്പോൾ കാണുന്നത് അയാളുടെ കണ്ണിൻ്റെ മുന്നിൽ പുക മാത്രമാണ് കാണുന്നുള്ളൂ. ദുവാംസ ഉട, പുക പോലെ കാണുന്നുണ്ട്. പുക പോലെ എന്തോ കണ്ണിൻ്റെ മുന്നിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാം ഒരു പുക പോലെയാണ് തോന്നുന്നത്. പത്നി കാ ഏക് പയർ കാട്ടിയാകയാ ഹേ. ഭാര്യയുടെ അവസ്ഥയാണ് പറയുന്നത്. പത്നി കാ ഏക് പയർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഭർത്താവിനോട് പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ അതല്ല അവിടെ നടന്നിരിക്കുന്നത്. എന്താണ്? പത്നി കാ ഏക് പയർ, ദാഹിന പയർ നമ്മൾ പറഞ്ഞിരുന്നു. വലത്തെ കാലേ കാട്ടിയാകയാ ഹേ, മുറിച്ചു മാറ്റി. പൂരി സിർ ഓർ മുഹ് പർ പട്ടിയാം ബന്ദി ഹേ. തലയും മുഖം മുഴുവനും വെച്ച് കെട്ടിയിരിക്കുക. പൂരെ സിർ ഓർ മുഹ് പർ പട്ടിയാം ബന്ദി ഹേ, ബാൻഡേജ് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. വഹ് ദേഖ് നഹീ സക്തി, അവൾക്ക് കാണാൻ കഴിയില്ല. വഹ് ധീരെ ധീരെ ഉസ്കെ പാസ് പഹുഞ്ച, ബഹുത്ത് ധീരെ ധീരെ. അങ്ങനെ അയാൾ വളരെ പതുക്കെ ഭാര്യയുടെ അടുത്തേക്ക് എത്തിച്ചേരാണ്. ബഹുത്ത് ധീരെ ധീരെ, വളരെ സ്ലോ ആയിട്ട്. ദർവാസെ സെ उसके पलंग तक के कुछ गजों के फासले को पूरा करने में उसे एक पूरा युग लग गया. അങ്ങനെ ഭാര്യയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഒരു കാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, തലയും മുഖമെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്, കാണാനൊന്നും പറ്റില്ല. അതിനാൾ പതുക്കെ ഭാര്യയുടെ അടുത്തെത്താണ്, വളരെ പതുക്കെ. ഇപ്പം ദർവാസേസെ ഉസ്കെ പലങ് തക്ക്, ഇപ്പോൾ വാതിലിൻ്റെ അവിടെ നിന്ന് അവളിൽ കിടക്കുന്ന കട്ടിൽ വരെ എത്താനായിട്ട് കുച്ച് ഗജം കെ ഫാസിലേക്കോ പൂര കർണമേ, അതായത് 1 മീറ്റർ ദൂരേ ഉള്ളൂ. ഫാസിലെ എന്ന് പറഞ്ഞാൽ ദൂരം. കുച്ച് ഗജം ക, ഗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ. അപ്പോൾ അവിടേക്ക് കട്ടിൽ വരെ, വാതിലിൻ്റെ അവിടെ നിന്ന് കട്ടിൽ വരെ എത്താനുള്ള ആ ദൂരം കടക്കാനായിട്ട്, പൂർത്തിയാക്കാനായിട്ട് ഫാസിലെ പൂര കർണേമേ, ആ ദൂരം പൂർത്തിയാക്കാനായിട്ട് ഉസേക്ക് പൂര യുഗ് ലഗയ, അയാൾക്കൊരു മുഴുവൻ യുഗം തന്നെ വേണ്ടി വരുന്ന അവസ്ഥയായി. അത്രയും സമയം പിടിച്ചു എന്ന് പറയുന്നത്. ഏക് യുഗ് ലംബെ ജിത്നെ ക്ഷൺ തക് വഹ് ഗഡാ രഹ ഫിർ പുകാർന ചാഹ വിമൽ. ഇവിടെ പറയണേ, എന്താ പറയുന്നത്, അപ്പോൾ വാതിലിൻ്റെ അവിടെ നിന്ന് ഭാര്യ കിടക്കുന്ന കട്ടിലിൻ്റെ അവിടെ എത്താനായിട്ട് ഒരുപാട് യുഗങ്ങൾ തന്നെ വേണ്ടി വരുന്ന അവസ്ഥയിലായി. അങ്ങനെ ആ ഒരു യുഗം, നീളമുള്ള ആ യുഗം കടന്നതിന് ശേഷം, അവിടെ ആ യുഗമൊക്കെ താണ്ടി അവിടെ എത്തിയ സമയത്ത് അയാൾ അവിടെ നിന്ന് ഭാര്യയെ വിളിക്കുകയാണ്. വഹ് ഗഡാരഹ ഫിർ പുകാർന ചാഹ, വീണ്ടും വീണ്ടും വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യയുടെ പേര് വിളിക്കുകയാണ്, വിമൽ. മുഴുവനാക്കാൻ പറ്റുന്നില്ല. വിമല ഉസ്കി പത്നി കാ നാം താ. വിമല എന്നുള്ളത് അയാളുടെ ഭാര്യയുടെ പേരായിരുന്നു. ലേക്കിൻ വ പുക്കാർ നഹി സക, പക്ഷേ അയാൾക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഉസേ എക്കായക് ചക്കറാകയ ഓർ വഹീം ഗിർപ്പട, പെട്ടെന്ന് അയാൾക്ക് തല കറങ്ങി അയാൾ അവിടെ വീഴുകയാണ്. ഏക്കായക് ചക്കർ, ചക്കർ തന്നെ കറക്കം, ഏക്കായക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇപ്പം ഭാര്യനെ വിളിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്,
ഭാര്യയുടെ പേര് വിമല എന്നാണ്. പേര് മുഴുവനാക്കാൻ പറ്റുന്ന വിമൽ എന്ന് പറയുമ്പോഴേക്കും അയാൾ പെട്ടെന്ന് തലകറങ്ങി വഹി ഗിർപ്പട, അയാളവിടെ താഴെ വീഴാണ്. शीघ्रता से उन लोगों ने उसे वहाँ से हटा दिया. शीघ्रता से जल्दी से വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾ ഉസേ വഹാം സേ ഹട്ടാ ദിയ, അയാൾ അവിടെ നിന്ന് മാറ്റി. उसकी पत्नी कुछ नहीं जानती थी, कुछ जान भी न सकी. उसकी पत्नी, അയാളുടെ ഭാര്യ കുച്ച് നഹി, ഇതൊന്നും അറിഞ്ഞില്ല. കുച്ച് ജാൻ ബി ന സക്കി, ഒന്നും ഭാര്യയ്ക്ക് അറിയാനായിട്ട് സാധിച്ചില്ല. होश में आने के बाद से वह रह रह कर फुसफुसा उठती, उन्हें बुला दो, वे कहाँ है. पर उसका स्वर बड़ा क्षीण था और संघर्ष प्रायः गतिहीन. ഹോഷ് മേ ആനെ കെ ബാദ്, അപ്പോൾ തല കറങ്ങി വീണു. അവിടെ നിന്ന് എല്ലാവരും കൂടി ഇയാളെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയി. അങ്ങനെ ഹോഷ് മേ ആനെ കെ ബാദ്, ബോധം വന്നതിന് ശേഷം അയാൾ അവിടെ ഇരുന്നു കൊണ്ട് ഫുസ്ഫുസ ഉടുത്തി ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉനേ ബുലാദോ, അവളെ വിളിക്കുക എന്ന് പറയാണ്. വേ കഹാം ഹേ, അവൾ എവിടെയാണ്, അവളെ വിളിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പർ ഉസ്കാ സ്വർ ബഡ ക്ഷീൺ ഥാ, പക്ഷേ അയാളുടെ സ്വരം വളരെ ക്ഷീണിച്ച സ്വരത്തിലാണ് വിളിക്കുന്നത്. അവർ സംഘർഷ പ്രായഃ ഗതിഹീൻ, ഒരു വേഗതയുമില്ലാതെ വളരെ ക്ഷീണിച്ച സ്വരത്തിലാണ് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. अगले दिन उसके पति ने, जो एक ही रात में बूढ़ा हो गया था, बड़े डॉक्टर से पूछा, क्या मेरी पत्नी ठीक हो जाएगी. अगले दिन, അടുത്ത ദിവസം, उसके पति ने, അവളുടെ ഭർത്താവ്, जो एक ही रात में बूढ़ा हो गया था, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, ഒറ്റ രാത്രി കൊണ്ട് തന്നെ അയാൾ വയസ്സനായിട്ട് മാറി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികളായിരുന്നു ഭാര്യയും ഭർത്താവും. പക്ഷേ ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഭർത്താവ് അവിടെ വൃദ്ധനായിട്ട് മാറുകയാണ്. ബഡേ ഡോക്ടർ സേ പൂച്ച, അതിലെ ഹെഡിനോട്, ഡോക്ടറോട് ചോദിക്കുകയാണ്, അതിലെ വലിയ ഡോക്ടറോട് ചോദിക്കുകയാണ്, ക്യാ മേരി പത്നി ടേക്ക് ഹോ ജായേഗി, എൻ്റെ ഭാര്യയ്ക്ക് സുഖമാവോ, അസുഖം മാറോ എന്ന് ചോദിക്കുകയാണ്. മുझे സാഫ് ബത്താ ദീജിയേ, ശരിക്കും എന്താണെന്നുള്ളത് എന്നോട് പറയണം എന്ന് അയാൾ പറയാണ്. സുഖമാവോ ഇല്ല എന്നുള്ള കാര്യം പറയാനായിട്ട് പറയണം. ഡോക്ടറിനെ ആ കണ്ട് സഹാനുഭൂതി ബർക്കർ കഹാ, മിസ്റ്റർ आपकी पत्नी के प्राण तो बच जाएंगे, पर मुझे दुख है, उसका एक पैर एक आंग दोनों जाते रहेंगे, मुँह भी कुछ ठेठा हो जाएगा. ഡോക്ടർ വളരെയധികം സഹാനുഭൂതിയോടുകൂടി പറയാണ്. സ്വരത്തിലെ സഹാനുഭൂതി നിറച്ചുകൊണ്ട് പറയാണ്, മിസ്റ്റർ ആപ്കി പത്നിക്ക് പ്രാൺ തോ ബച്ചായെങ്കിൽ, നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാം. पर मुझे दुख है, പക്ഷേ എനിക്ക് ദുഃഖമുണ്ട്. കാരണം എന്താ, ഉസ്കാ ഏക് പയർ और एक आंग दोनों जाते रहेंगे, ഭാര്യയുടെ ഒരു കാലും ഒരു കണ്ണും പോകുമെന്ന് പറയണം. മുഖ് ബി കുച്ച് ടേട്ടാ ഹോ ജായേഗ, മുഖം കുറച്ച് വികൃതമായിട്ട് മാറുമെന്ന് പറയണം. ടേട്ട എന്ന് പറഞ്ഞാൽ വളവ്, അല്ലെങ്കിൽ എന്താ പറയുക, വിരൂപമായിട്ട് മാറുമെന്ന് പറയണം. മുഖ് ബി കുച്ച് ടേടാ ഹോ ജായേഗ വ ഫുസ്ഫുസായ, അയാൾ വീണ്ടും പുലമ്പാൻ തുടങ്ങി, തന്നെത്താൻ പറയാണ്. മുഖ് ബി കുച്ച് ടേട്ടാ ഹോ ജായ, മുഖവും കോടോ ചോദിക്കണം. ടേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവുണ്ടാവുക, അതായത് അവിടെ പറയുന്നുണ്ട് തല മുതൽ താടി വരെയുള്ള ഭാഗത്തിന് അവിടെ മുറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വലിയൊരു വിള്ളൽ പോലെ, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് തന്നെ അവിടെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തികേട് ആ മുഖത്തിന് ഉണ്ടാവും എന്ന് പറയണം. മുझे बहुत अफसोस है മിസ്റ്റർ, ബഹുത്ത് അഫ്സോസ് ഹേ. ഇപ്പോൾ ഡോക്ടർ പറയാണ്,
മുझെ ബഹുത്ത് അഫ്സോസ് ഹേ, എനിക്ക് വളരെ ദുഃഖമുണ്ട്. മിസ്റ്റർ ബഹുത്ത് അഫ്സോസ് ഹേ, അഫ്സോസ് എന്ന് പറഞ്ഞാൽ ദുഃഖം. 4 दिन पूर्व आपकी पत्नी अपूर्व सुंदरी रही होगी पर अब. അപ്പോൾ 4 ദിവസം മുൻപ് വരെ നിങ്ങളുടെ ഭാര്യ വളരെയധികം സുന്ദരിയായിരുന്നു എന്ന് എനിക്കറിയാം. അപൂർവ സുന്ദരി രഹി ഹോങ്കി, വളരെയധികം സുന്ദരിയായിരിക്കും. പർ അബ്, പക്ഷേ ഇപ്പോൾ. പക്ഷെ എനിക്കതിൽ ദുഃഖമുണ്ടെന്ന് ഡോക്ടർ പറയാണ്. അബ് ആപ്കോ സബ്ർ കർണ ചാഹിയേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സഹിക്കണമെന്ന് പറയണം. നിങ്ങളിതെല്ലാം ക്ഷമയോടെ, എന്താ പറയുക, വളരെയധികം സഹനശക്തിയോടെ ഇതിനെ നേരിടണമെന്ന് ഡോക്ടർ പറയണം. സബ്ർ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ക്ഷമ, പേഷ്യൻസ് എന്നുള്ളതിൽ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ജീവൻ രക്ഷിക്കാൻ സാധിക്കും, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഉസ്കാ ഏക്ക് പയർ ഏക്ക് ആങ്ക്, യേ ഉസ്കാ പയർ കാട്ട് ഗയാ ഹേ, കാല് മുറിച്ച് മാറ്റിയിട്ടെന്ന് പറയുന്നത് അല്ലെ. ഏക്ക് ആങ്ക് ബി ജാത്തെ രഹേങ്കെ, ഒരു കണ്ണും പോയിട്ടുണ്ട്. അതുമാത്രമല്ല മുഹ് ബി കുച്ച് ഡേഡ ഹോ ജായക, മുഖത്തിനും വക്രത അല്ലെങ്കിൽ അതിനെ വിരൂപത വരുമെന്നവിടെ പറയാണ്. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അയാളിലുണ്ടാകുന്ന ആ മാനസിക അവസ്ഥയാണ് ഇനി അയാൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് അയാളെ എത്തിക്കുന്നത്. അപ്പം അതുവരെ വളരെ സുഖത്തിലും സന്തോഷത്തിലും വളരെ നല്ലൊരു ജീവിതം കൊണ്ടു നടന്നിരുന്ന ആ വ്യക്തി ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറഞ്ഞു. അയാൾക്ക് കുറച്ച് പരിക്കുകൾ പറ്റിയെങ്കിലും അത് നോർമലായിട്ടുള്ള പരിക്കുകളായിരുന്നു. അപകടമുണ്ടായിരുന്നു, കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗാവ് എക് സേക് ബഡ്കർ അസാധാരണത. ഇപ്പം വളരെ വലിയൊരു പരുക്കുകൾ തന്നെയാണ് ഭാര്യയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഉസ്കെ ബാരേമേം വർണ്ണൻ കർണ മുഷ്കിൽ ഹെ. അപ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയുന്നുണ്ട് ഉസ്കെ ഏക്ക് പയർ, ദാഹിനെ പയർ കി ഹഡ്ഡി ടൂട്ട് ഗയി, കാലിൻ്റെ എല്ലാം അവിടെ പൊട്ടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ കാലവിടെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല മുഖ് പർ ദാഹിനി ഓർ സിർസെ ലേക്കർ ടോഡി തക്ക്, അവിടെ പറയുന്നുണ്ട് മുഖത്തിൻ്റെ വലതു സൈഡിൽ തല മുതൽ നമ്മുടെ താടി വരെയുള്ള ഭാഗത്ത് ഏക്ക് ബഡി ദരാർ സീ പട് ഗയി ഹെ, ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെ അവിടെ വന്നിട്ടുണ്ട്, വലിയൊരു മുറിവ് തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മുഖത്തിൻ്റെ രൂപം തന്നെ മാറാനുള്ള സാധ്യത, ജീവൻ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതാണ് ബാക്കി സംഭവിക്കുന്ന കാര്യം, ഇങ്ങനെയാണ്. അതിനാണ് ഡോക്ടർക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ്, എല്ലാം സഹിക്കേണ്ടതായിട്ട് വരുമെന്നാണ് അവിടെ ഡോക്ടർ പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യം കാണാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ മുഖം മുഴുവൻ കെട്ടിവെച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. എനിക്ക് മുഖമല്ല കാണേണ്ടത്, എനിക്ക് അവളെ തന്നെ കാണേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ അയാൾ വീണ്ടും ഭാര്യയുടെ പേര് പറയുന്നുണ്ട്, വിമല എന്നാണ് പേര്. വീണ്ടും അയാൾ ഡോക്ടറോട് വീണ്ടും കുത്തി ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നുണ്ട്, ആപ്കി പത്നിക്ക് പ്രാൺ ബച്ചായെങ്ക, ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും, പക്ഷേ ആപ്കെ പത്നി കാ ഏക്ക് പയർ ഓർ ഏക്ക് ആങ്ക് ദോനോ ജാത്തെ രഹേങ്കെ और उसका मुँह भी कुछ टेढ़ा हो जाएगा. അതാണ് ഡോക്ടർ പറയുന്ന മറുപടി. അതാണ് ഇത് കേട്ട് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട്, മുझे ये कहना बहुत दुख है, കാരണം 4 दिन के पहले 4 दिन पूर्व आपकी पत्नी बहुत सुंदरी रही होंगी, अब ये सब बदल गया है. പക്ഷെ ഇതൊന്നും ആകെ മാറിയിരിക്കുകയാണ്. അന്ന് സുന്ദരിയായിരുന്നു, പക്ഷേ ഇന്ന് ആ രൂപമല്ല. ഇസ്ലിയേ യേ സബ് ആപ്കോ സബ്ർ കർണ ചാഹിയേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുമെന്നവിടെ, എല്ലാം ക്ഷമയോടെ നേരിടേണ്ടതായിട്ട് വരുമെന്നവിടെ ഡോക്ടർ പറയണം. ഓക്കെ, താങ്ക് യു.